അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന വിദേശികളാണോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ, നിങ്ങൾ യാത്ര ചെയ്യുന്ന കാർ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, എന്തിനേറെ പറയുന്നു നിങ്ങളുടെ മുഖം പോലും നിങ്ങളെ തടവിലാക്കാൻ ഉപയോഗിച്ചേക്കാം എന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അമേരിക്കയിലെ കുടിയേറ്റ വിരുദ്ധ ഏജൻസിയായ ICE, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപ്പിലാക്കുന്ന അതിനൂതന സാങ്കേതിക നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രശസ്ത അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക ചാര സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ വേട്ടയാടാൻ അമേരിക്ക ഒരുക്കുന്ന വിപുലമായ ഡിജിറ്റൽ വലയത്തെക്കുറിച്ചാണ് ഇപ്പോൾ US ചർച്ചയാകുന്നത്. നമ്മൾ ഇന്ന് ഈ സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് പുതിയതായി പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വിശദമായി ഒന്ന് നോക്കാം. അമേരിക്കൻ ഗവൺമെന്റിന്റെ കുടിയേറ്റ നിരീക്ഷണ സംവിധാനങ്ങൾ ചരിത്രത്തിലില്ലാത്ത വിധം വളർന്നിരിക്കുകയാണ് എന്നാണ് ഈ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വികസിപ്പിക്കുന്ന സാങ്കേതിക കമ്പനികൾക്ക് നൽകുന്ന കരാർ തുക റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നു. 11 പ്രമുഖ സാങ്കേതിക കമ്പനികളുമായി ICE, CBP എന്നീ ഏജൻസികൾ ഒപ്പുവെച്ച കരാറുകൾ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനായി നീക്കിവെക്കുന്ന തുകയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2013 ഈ കമ്പനികൾക്ക് ലഭിച്ചിരുന്ന തുക വെറും $50 മില്യൺ താഴെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇതിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. 2024 നിന്നും 2025 എത്തിയപ്പോൾ ഈ സാങ്കേതിക കമ്പനികൾക്ക് നൽകിയ തുക ഇരട്ടിയായി വർദ്ധിച്ച് $310 മില്യൺ എത്തി. 2026 ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ തുക സർവകാല റെക്കോർഡായ $513 മില്യൺ ഉയർന്നിരിക്കുകയാണ്. ഏതൊക്കെ മുൻനിര കമ്പനികളാണ് ICEക്ക് വേണ്ടി ഈ സാങ്കേതിക വിദ്യകൾ ഒരുക്കുന്നത്? നമുക്ക് വിശദമായി നോക്കാം. പ്രധാനമായും 2 കമ്പനികളാണ് ഈ നിരീക്ഷണ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തേത് പാലന്റിയർ എന്ന ഡേറ്റ അനലിസ്റ്റ് കമ്പനിയാണ്. ICEയുടെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ കേന്ദ്ര ബിന്ദുവായാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തേത് ആൻഡ്രുറിൽ എന്ന ഡിഫൻസ് കമ്പനിയാണ്. AI അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, അത്യാധുനിക അതിർത്തി ഗോപുരങ്ങൾ, ഡ്രോണുകൾ, സെൻസറുകൾ എന്നിവ നിർമ്മിക്കുന്നത് ആൻഡ്രുറിലാണ്. ഇവരെ കൂടാതെ പെരാറ്റോൺ, ലെക്സസ് നിക്സസ്, സെലിബ്രൈറ്റ്, MSB ഗ്രൂപ്പ്, പെൻഗ്ലിൻ, തോംസൺ റോയിറ്റേഴ്സ്, RELX, ക്ലിയർവ്യൂ AI, BI2 ടെക്നോളജീസ് എന്നീ 11 കമ്പനികളാണ് പ്രധാനമായും കരാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കുടിയേറ്റക്കാരെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങളും ടൂളുകളും എന്തൊക്കെയാണ്? ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന സാങ്കേതിക ടൂളുകളിൽ ആദ്യത്തേത് മൊബൈൽ ഫോർട്ടിഫൈ ആണ്. ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെയും പ്രതിഷേധക്കാരുടെയും മുഖങ്ങൾ സ്കാൻ ചെയ്യാൻ ICE ഏജന്റുമാർ ഉപയോഗിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നേഷൻ ആപ്പാണിത്. അടുത്തത് ബെർല IV ആണ്. നിങ്ങൾ നിങ്ങളുടെ ഐപാഡോ ഐഫോണോ കാറുമായി കണക്ട് ചെയ്താൽ ആ കാറിൽ നിന്ന് നിങ്ങളുടെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങളും ചോർത്തിയെടുക്കാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. അടുത്തത് വെരി വാച്ച് ആണ്. ഇതൊരു സ്മാർട്ട് വാച്ച് പോലെ പ്രവർത്തിക്കുന്നു. കുടിയേറ്റ നടപടികൾക്കായി കാത്തിരിക്കുന്ന ആളുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് ടാങ്കിൾസ് ആണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുതൽ സാമ്പത്തിക വിവരങ്ങൾ വരെയുള്ള ഒരാളുടെ ഡിജിറ്റൽ സാന്നിധ്യം മുഴുവൻ പരിശോധിച്ചുകൊണ്ട് AI സഹായത്തോടെ അവരുടെ സമ്പൂർണ്ണ പ്രൊഫൈൽ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. കൂടാതെ ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള ചാര സോഫ്റ്റ്വെയറുകൾ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ ചോർത്തുന്ന സ്കാപ്പറുകൾ, തനിയെ പ്രവർത്തിക്കുന്ന അതിർത്തി ഗോപുരങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സാങ്കേതിക വിദ്യകൾ വിലയ്ക്ക് വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഇത്തരം മാരക നിരീക്ഷണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി $1 ബില്യൺ ഒരു ഇൻക്യുബേറ്റർ തന്നെ അവർ നടത്തുന്നുണ്ട്. സിലിക്കൺ വാലി ഇന്നൊവേഷൻ പാർട്ണർഷിപ്പ് വഴി ചെറുകിട സ്റ്റാർട്ടപ്പുകൾക്ക് മാതൃകകൾ നിർമ്മിക്കാൻ $2 മില്യൺ വരെ ധനസഹായം നൽകുന്നു. കൂടാതെ സ്മോൾ ബിസിനസ് ഇന്നൊവേഷൻ റിസർച്ച് വഴി ഇത്തരം കമ്പനികളെ സാമ്പത്തികമായി വളർത്താനും DHS സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ നിരീക്ഷണ കമ്പനികൾക്ക് ആദ്യകാല മൂലധനം നൽകി വളർത്തുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വലിയ ആശങ്ക ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? DHS 10ലധികം AI അധിഷ്ഠിത ഫേഷ്യൽ റെക്കഗ്നേഷൻ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. തെരുവുകളിൽ വെച്ച് സാധാരണക്കാരുടെ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പകർത്താനും സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യാനും ഇത് ഏജന്റുമാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു.
വ്യക്തിയുടെ സമ്മതമില്ലാതെയും കോടതി വാറന്റ് ഇല്ലാതെയുമാണ് ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നത്. ICAയുടെ നടപടികളെ എതിർക്കുന്ന പ്രതിഷേധക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഒരു പ്രത്യേക ഡേറ്റാബേസ് നിർമ്മിക്കുകയാണോ ഇവർ ചെയ്യുന്നതെന്ന ഭീതിയും ഉയരുന്നുണ്ട്. എന്നാൽ തങ്ങൾ പൗരന്മാരുടെ അത്തരം ഡേറ്റാബേസ് സൂക്ഷിക്കുന്നില്ലെന്നാണ് ICA ഇതിനോട് പ്രതികരിച്ചത്. മുൻപ് മിനിയപോളിസ് പോലെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് കുടിയേറ്റ ഏജൻസികൾ ഡ്രോണുകൾ അയച്ചിരുന്നു. സാധാരണയായി ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീടുകളിൽ വരണമെങ്കിൽ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു ഡ്രോൺ നിങ്ങളുടെ ജനലിന് പുറത്തു വന്നു നിന്ന് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് നോക്കുന്നത് അങ്ങേയറ്റം ഭീതിജനകവും ജനാധിപത്യ വിരുദ്ധവുമാണ്. US ഭരണകൂടം തങ്ങൾക്ക് വിപരീതമായി ചിന്തിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനും അവർക്കെതിരെ ഇൻവേസീവ് നിരീക്ഷണങ്ങൾ നടത്താനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതിലൂടെ ഒരുക്കുന്നത്. കോൺഗ്രസിന്റെ കൃത്യമായ മേൽനോട്ടമില്ലാതെ ഫണ്ടുകൾ തോന്നുംപടി ഉപയോഗിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്താൻ ഈ ഏജൻസികൾക്ക് അധികാരം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം.